കൊച്ചി വടുതലയിലെ 5 പേരുടെ മരണം, അതായത് 3 മക്കള്, അതുപോലെ തന്നെ അമ്മമ്മ 5 പേരുടെ മരണം നിങ്ങൾ ആലോചിച്ച് നോക്കണമായിരുന്നു. അതായത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ദുരൂഹതകളാണ് പുറത്തു വരുന്നത്. ഒന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സ്ത്രീ പോയിട്ട് അവരുടെ ഭർത്താവിൻ്റെ വീട് പോയിട്ട് കുത്തി തുറന്ന് സ്വർണ്ണം എടുത്തു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഭർത്താവിന് ഒരുപാട് കടബാധ്യതകൾ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടിയുടെ അസുഖങ്ങൾ, ഇതെല്ലാം ആണെങ്കിലും അവർ പോയിട്ട് എടുത്തിരിക്കുന്ന വാടക വീട്ടിന് 45,000 രൂപയാണ്. അതാണ് എനിക്ക് മനസ്സിലാവുകയേ ചെയ്യാത്തത്. ഉള്ള കാര്യം എന്താ പറയുന്നത്, അവരിവിടുന്ന് പോയി, അവർ ഈ ലോകത്തുനിന്നേ പോയി. എന്നാലും ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഉണ്ടോ? നമ്മളെല്ലാം കേൾക്കുന്നത് എന്താ, അയ്യോ അവരിതുപോലെ ഭർത്താവിൻ്റെ വീട്ടുകാർ പരിഹസിച്ചു, അല്ലെങ്കിൽ മറ്റേവർ പരിഹസിച്ചു, സ്വത്തെല്ലാം അനാഥാലയത്തിന് എഴുതി വെച്ചു, അത് കഴിഞ്ഞതിന് ശേഷം അവർ മരിച്ചു എന്ന് ചില ആൾക്കാർ പറയുന്നത്. ചില ആൾക്കാർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് പൈസ ഉണ്ടായിരുന്നു എന്ന് ചില ആൾക്കാർ പറയുന്നത്. ഇത് ഏതാ നമ്മൾ വിശ്വസിക്കേണ്ടത്? എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൃത്യമായിട്ടും അന്വേഷണം നടത്തണം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാടാണ്, ഒന്നും വിശ്വസിക്കാൻ പറ്റൂല. ഏതെങ്കിലും ഒരു മൂന്നാമൻ അതിൻ്റെ ഉള്ളിലുണ്ടോ? മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയേണ്ടത്, വിദ്യാഭ്യാസവും കാര്യങ്ങളിലും ഉണ്ടെങ്കിലും നമ്മളിപ്പോഴും അന്ധവിശ്വാസത്തിൻ്റെ പുറകെ തന്നെയാണ്. അതുകൊണ്ടല്ലേ മുട്ടിന് എന്ന് പറഞ്ഞാൽ ജ്യോതിഷം മറ്റേത് എന്നെല്ലാം പറഞ്ഞിട്ട് ഓട് കാണുന്നത്. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടത്തേക്ക് തന്നെയാണ് ഓടിപ്പോവുക. അപ്പം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ആണോ ഇതിൻ്റെ പുറകിൽ എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ. ഇനി മറ്റൊരു കാര്യം പറയാം. ഈ സ്ത്രീ ആണെങ്കിൽ ഉള്ള സ്വത്തെല്ലാം അനാഥാലയത്തിന് എഴുതി വെച്ചു. അതുപോലെ വീട്ടുകാരൊക്കെ വന്നിരുന്നെങ്കിലും അവരാരും മൃതദേഹം ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ മൃതദേഹം ഇന്നലെ ആരോരുമില്ലാതെ ആ ഒരു കൊച്ചിയിൽ തന്നെ സംസ്കരിച്ചു എന്നാണ് പറയുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അതായത് ഇവർ ചികിത്സയുടെ ഭാഗമായിട്ടാണെങ്കിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം വിറ്റൂടെ? ഇതെല്ലാം വിറ്റ് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരാൾക്കെങ്കിലും ജോലിക്ക് പോയിട്ട് ആ കുഞ്ഞുങ്ങളെ വളർത്തിക്കൂടെ? കുറേ നാൾ കഴിഞ്ഞാൽ ഇതൊക്കെ മാറൂലേ? ഇനി ഇതാരോടും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇത് പറയുന്നത് എന്തിനാണെന്നറിയാം, ഇനിയും ഇതിൻ്റെ പുറകെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് നാട്ടുകാർ അതിൻ്റെ അടിയിൽ കുറേ ഇത് കണ്ടു, ഞങ്ങളുടെയും സ്ഥിതി ഇതാണ്, അയ്യോ ഞങ്ങളുടെയും സ്ഥിതി ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരുടെ മെസ്സേജ് കണ്ടു. ഇത് കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇതൊരു വീഡിയോയും കൂടി എഴുതണം. കാരണം എന്താ, ഇതെല്ലാവർക്കും ഒരു പ്രചോദനം പോലെയാണ്. കാരണം കുറേ കടമുണ്ടെങ്കിൽ എന്നാൽ ശരി, അങ്ങ് എല്ലാവർക്കും അങ്ങ് പോയേക്കാം ഇത് വിചാരിക്കുന്നത്. ഇതാണ് ഞാൻ പറയുന്നത്, ഇത് വലിയൊരു മണ്ടത്തരമാണ് നിങ്ങൾ ചെയ്യുന്നത്. അതായത് നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടം മാത്രമാണ്. നമ്മൾക്ക് ജീവിക്കുക, അതാണ് വേണ്ടത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് വില്ലത്തി അമ്മായിയമ്മയാണോ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇനി ഭർത്താവിൻ്റെ വേറെ കുടുംബങ്ങളിൽ ആരെങ്കിലും ആണോ എന്നുള്ള അന്വേഷണവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ആ ഭർത്താവ് എന്ന് പറയുന്ന ആൾ ചെയ്തത് വളരെ മോശം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ അമ്മയും മകളും ചെയ്തത് അതിലേറെ മോശം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറക്കാൻ പറ്റാത്ത ആ കുട്ടികൾ ഇനി എത്ര നാൾ ജീവിക്കേണ്ടതാണ്? അവരെന്തെങ്കിലും വെച്ച് എന്നിട്ട് അവർക്ക് എന്താ പറയേണ്ടത്, സൺഗ്ലാസ്, അതുപോലെ തന്നെ പുതിയ ഡ്രസ്സ്, എന്തിന്? അതാണ് ആലോചിക്കുന്നത്. എന്തിനാണ് ഈ കൊല്ലാനാണെങ്കിൽ പിന്നെ ഇതെല്ലാം എന്തിനാ ഇടിയിട്ട് ഒരു പ്രഹസനം നടത്തിയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും പോയാടുന്നു. അപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട്, ഇവർ ഇനിയിപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും ഞങ്ങളോട് പറഞ്ഞുകൂടായിരുന്നോ, ഞങ്ങൾ ചേർത്ത് നിർത്തുമല്ലോ. ഒരാളും ചേർത്ത് നിർത്താൻ പോകുന്നില്ല. എല്ലാവരും എന്ത് ചെയ്യുമെന്നറിയാം, കുറച്ച് മാറി ഇന്ന് ചിരിക്കുവായിരുന്നതേ അതിങ്ങനെയാവുമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴൊക്കെ നമ്മളെല്ലാവരും കുറച്ച് അഭിനയിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ്, നമ്മളെല്ലാവരും അങ്ങനെയാണ്, എല്ലാവരെയും പറയുന്നില്ല, എന്നാലും ഒരു ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെയാണ്. കാരണം എന്താ വെച്ചാൽ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പറയും നമുക്കൊന്ന് ചേർത്ത് നിർത്താമായിരുന്നു, ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ഇവിടെ പല ആൾക്കാരും ഇങ്ങനെ ചിന്തിക്കുന്നത് എന്താണെന്നറിയാം, ഇവിടുത്തെ മുടിഞ്ഞ ചികിത്സാ പ്രശ്നം കൊണ്ട് തന്നെയാണ്. അതായത് അവസാന ചികിത്സാ പ്രശ്നമാണ്. എവിടെ പോയി കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ പാപ്പരാകുന്നതെന്ന് പറഞ്ഞാൽ ചികിത്സ കൊണ്ട് തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു അറുതി വരുത്തുക വേണ്ടത്. ഇപ്പോൾ ഇതിനിടയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അമൃതാനന്ദമയി മടലം ഏതോ ഒരുത്തം വന്ന് പറയുന്നുണ്ട് ഇതേപോലെ, അയ്യോ കോടികൾ കട്ടേന്ന്. അവിടെയൊക്കെ ഫ്രീ ആയി ചികിത്സിച്ചൂടെ? എന്നാൽ അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തിനാണ് ഇത്രയും പൈസ? അതുപോലെ ഗവൺമെൻറ് ആശുപത്രിയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല റെഡിയാക്കിയിട്ട് പ്രൈവറ്റിനെ കാട്ടി നല്ല അടിപൊളിയാക്കുക, എന്നിട്ട് അവിടെ ചികിത്സിച്ചൂടെ? അന്നേരം വേറൊരു കാര്യമുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ പ്രൈവറ്റുകാരന് പൈസ ഉണ്ടാവില്ല, ഓൻ കോടികൾ മുടക്കിയിട്ട് ആശുപത്രി കൊണ്ടുവച്ചാണ്. അതുമാത്രമല്ല ഓൻ എല്ലാവർക്കും പിരിവ് കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഇലക്ഷനാ വരുന്നത്, എല്ലാവർക്കും നല്ലോണം ഭാരി ചാടനാടുന്ന്. അത് നിങ്ങൾ മനസ്സിലായ? അപ്പം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ മുഴുവൻ വന്നു ഭവിക്കുന്ന എവിടെയാന്ന് നമ്മുടെ സാധാരണക്കാരുടെ തലയിൽ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഭയമാണ് ഇപ്പോഴെല്ലാവർക്കും. ഇപ്പോൾ ഓടിച്ചാടിപ്പോയിട്ട് എല്ലാവരും എന്ന് പറയുന്ന 10,000 രൂപേൻ്റെ ഇൻഷുറൻസ് എടുക്കല. എന്തിനാണെന്നറിയാം, നാളെ വീണ് പോയി കഴിഞ്ഞാൽ ഉയ്യൻ്റെ മോനെ ശരിക്കും ഇൻഷുറൻസ് ഇല്ലേ എന്ന് ചോദിച്ചിട്ടാണ് എല്ലാവരും വരിക. പക്ഷെ അതിനെ കൊണ്ടൊന്നൊരു വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ വെറും പരസ്യം മാത്രമാണ്. ആവശ്യത്തിന് പറഞ്ഞാൽ നിങ്ങളെ ജീവൻ രക്ഷിക്കേണ്ടെങ്കിൽ അതൊന്നും മതിയാവില്ല. പിന്നെ എന്തെങ്കിലും ചെറിയൊരു കാര്യം ഒരു നക്കാപ്പിച്ച കിട്ടും, അത്രയേ ഉള്ളൂ.
ഇവിടെ ഇപ്പോഴങ്ങനെയാണ് നമ്മുടെ സിസ്റ്റങ്ങൾ മുഴുവനാടുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ അയ്യോ ഞങ്ങളുടെ സ്ഥിതി അവരുടെയൊക്കെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. പിന്നെ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ചു പോയില്ല, എങ്ങനെയെങ്കിലും ജീവിക്കണ്ടേ, അതുപോലെ ജീവിക്കുന്നവരുണ്ട്, ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട്. അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ടെത്തിയിട്ട്, അതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നൊരു കാര്യം ഇതാണ്, അങ്ങനെ എല്ലാവരെയും പോയിട്ട് സഹായിക്കാൻ പറ്റുമോ? അപ്പം അതുകൊണ്ട് തന്നെ പല ആൾക്കാരുടെയും നില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗുരുതരം തന്നെയാണ്. ഇതിനെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കണമായിരുന്നു. ഇതൊന്നും കൗൺസിലിംഗ് കൊണ്ടൊന്നും പറ്റൂല. നമ്മളിപ്പോഴും ഇതിൻ്റെ വാർത്ത വായിച്ചിട്ട് അതിൻ്റെ അടിയിൽ വരുന്നത് ഇതിനൊന്നും പരിഹാരമല്ല, ഇതൊന്നും പരിഹാരമല്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ നമ്പറിലേക്ക് നിങ്ങൾ കോൾ ചെയ്യോ, ടോൾ ഫ്രീ നമ്പറാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ എന്താ അവർ പറയുക, ഇപ്പോൾ അവർ കുറേ ഉപദേശം തരും, അത്രയേ ഉള്ളൂ. ഉപദേശങ്ങൾക്കൊന്നും ഇവിടെ യാതൊരു പഞ്ഞവുമില്ല. പക്ഷേ ഉപദേശമല്ല വേണ്ടത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വേണ്ടത് വെച്ചാൽ കൃത്യമായിട്ട് എന്ന് പറയുന്ന ഓരോരാളെയും നിരീക്ഷിച്ച് അവർക്ക് എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടത്. പിന്നെ കുറേ ആൾക്കാർ എന്ന് പറഞ്ഞാൽ കിട്ടുന്നതെല്ലാം ഇങ്ങ് പോരട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്, അതും പറയാലോ. അപ്പോൾ ഈ 5 പേരുടെ മരണത്തിൽ ഞാൻ വിചാരിക്കുന്നത് ഈ സ്ത്രീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികത്തിനെക്കാട്ടിയും വലുത് അവരുടെ എന്തോ ഒരു വലിയ പ്രശ്നമാണ്. അതായത് നിങ്ങളെ ഞാനൊരു പാഠം പഠിപ്പിക്കും എന്നുള്ള ഒരു വലിയ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ അമ്മയെ കുറ്റപ്പെടുത്തുന്ന തരത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ മകൻ്റെ മരണത്തിൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ മകൻ മരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അയാളും ഇതേപോലെ ജീവൻ ഒടുക്കിയതാണ്. അപ്പോൾ ഇവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും. ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ അത് അമ്മ എന്നുള്ള നിലയിൽ ആ സ്ത്രീ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോഴേ. അതിനിപ്പോഴെന്ന് പറഞ്ഞാൽ അവരാണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജീവിക്കുന്നത് വേറിയടിയോ എന്ന്, ഇവർ ജീവിക്കുന്ന വേറിയടിയോ എന്ന്. ഈ ഫോണിൽ വിളിച്ചിട്ട് നമ്മൾ തെറി പറയുന്നതിനൊരു കണക്കില്ലേ? അല്ലാതെ നമ്മൾ സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിൽ ശരിയാണെന്ന് നമുക്ക് സ്വൈര്യം തരുന്നില്ല എന്ന് പറയാം. ഇത് താമസിക്കുന്നത് വേറെ സ്ഥലത്താണ്. അതുമാത്രവുമല്ല, ഞാൻ പറഞ്ഞല്ലോ 45,000 രൂപയുടെ വീടൊക്കെ വാടകയ്ക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അവർ സാമാന്യം കഴിവുള്ളവരായിരിക്കും. പിന്നെന്ന് പറഞ്ഞാൽ വീട്ടുടമയാണെങ്കിലും അങ്ങനെ വാടക തരാൻ കഴിയുന്നവർക്ക് മാത്രമേ അങ്ങനെയുള്ള വീടുകളും കൊടുക്കുള്ളൂ. ഇപ്പോൾ കൊച്ചിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാടക ഇതൊന്നും വലിയ വാടകയല്ല എന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും നമ്മളൊരു ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് പോയ ആളാണെങ്കിൽ നമ്മൾ ചെറിയൊരു വീട് മാത്രമേ എടുക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ചികിത്സേൻ്റെ ചിലവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യം നോക്കുക. അല്ലാതെ എന്ന് പറഞ്ഞാൽ 45,000 രൂപേൻ്റെ വീട്ടിൽ തന്നെ കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആലോചിച്ച് നോക്ക്, ആ 45,000 രൂപ മാത്രം മതിയോ? അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കറണ്ട് ബില്ല്, മറ്റേ ബില്ല്, ഇതൊക്കെ വരുന്നില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ ദുരൂഹതകളാണ്. എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും വലിയ വീടെടുക്കാനുള്ള പൈസ കിട്ടിയത്? ആരാണ് ഇവർക്ക് ഈ വീട് എടുത്തു കൊടുത്തിരിക്കുന്നത്? അതുപോലെ തന്നെ ഇവർ ഭയന്നത് ആരെങ്കിലും ഉണ്ട്? ആരെങ്കിലും ഭയന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കിടന്നിട്ട് എന്ന് പറഞ്ഞാൽ ഇവരുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരൂഹതയാണ്. ഒന്നും അങ്ങ് കണക്റ്റ് ആകുന്നില്ല. നമ്മളിങ്ങനെ ഓരോരോ വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നും അങ്ങോട്ട് കണക്റ്റ് ആകുന്ന, ഇത് ആര് പറയുന്നത് വിശ്വസിക്കണം? അപ്പോൾ നമുക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചില അവസരത്തിലൊക്കെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരാകും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ ചില സംശയങ്ങൾ വരും. ഇതെങ്ങനെ സാധിക്കും? നമുക്ക് തന്നെ ഒരു ഊഹം വരും. അതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ കൃത്യമായിട്ട് അന്വേഷിക്കണം. കാരണം നമ്മൾ ഈ ഒരു സംഭവം അങ്ങ് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെയുള്ളവരൊക്കെ അങ്ങ് രക്ഷപ്പെട്ടു എന്ന് വരും. അങ്ങനെയാണ് പല സംഭവങ്ങളിലും, അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് കൃത്യമായ അന്വേഷണം നടത്തിയിട്ട് ഇതിൻ്റെ പുറകിൽ ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ അവന്മാരെ വെളിയിൽ കൊണ്ടുവരണം. ഇനി അമ്മയും മറ്റവരും ആണ് കളിച്ചതെങ്കിൽ അവരെയും വെളിയിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ ഈ സ്ത്രീയും അതുപോലെ അമ്മയും കൂടിയിട്ട് അവരെ ഏതായാലും പിന്നെ കയത്തിലേക്ക് തള്ളിവിടാം. അതുകൊണ്ട് തന്നെ കുട്ടികളെയും കൂടി അങ്ങ് കൊണ്ടുപോകാം എന്നുള്ള തരത്തിൽ ആരോടോ ദേഷ്യം വന്നിട്ട് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതായാലും നമുക്കതിൻ്റെ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊക്കെ അന്വേഷണം നടക്കട്ടെ, നമുക്ക് കാത്തിരിക്കാം. ഇതിൻ്റെയൊക്കെ ദുരൂഹത നീങ്ങട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്ദി, നമസ്കാരം.